ജീവിതത്തിൽ ചില നിമിഷങ്ങളുണ്ട്, നമ്മൾ അറിയാതെ കടന്നു പോകുന്ന ചില നിമിഷങ്ങൾ. എന്നാൽ പിന്നീട് ഓർക്കുമ്പോൾ അത് നെഞ്ചിലൊരു വലിയ കനലായി മാറും. ആ രാത്രി ദുരന്തം വിരുന്നെത്തുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ഒരു ജോലി ആവശ്യത്തിനായി ഞാൻ പൂഞ്ഞാറിൽ എത്തിയപ്പോൾ, ഞാൻ ഇവിടെ എത്തുമ്പോൾ തന്നെ അന്തരീക്ഷം ഒട്ടും ശാന്തമല്ലായിരുന്നു. ആകാശത്തിൻ്റെ മാറ് പുലർന്ന് നിൽക്കാത്ത രീതിയിൽ കനത്ത മഴ പെയ്യുന്നുണ്ടായിരുന്നു. കാറ്റിനും മഴയ്ക്കും ഒരു പ്രത്യേക ഭയപ്പെടുത്തുന്ന ശബ്ദമായിരുന്നു. പക്ഷേ ആ മഴയത്ത് തൊട്ടടുത്ത മണിക്കൂറുകളിൽ അവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ആരും സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. പ്രകൃതി അതിൻ്റെ ഏറ്റവും ദാരുണമായ ദുരന്തം അവിടെ കരുതി വെച്ചിട്ടുണ്ടെന്ന് ആ പാവം മനുഷ്യർ അറിഞ്ഞിരുന്നില്ല. പുലർച്ചെ ഏകദേശം 2 മണി. നാടാകെ ആഴത്തിലുള്ള ഉറക്കത്തിലായിരുന്ന സമയം. പെട്ടെന്നാണ് പൂഞ്ഞാർ പയ്യനിത്തോട്ടത്തിലെ ആ വീടിന് തൊട്ട് പിന്നിലെ കുന്ന് വൻ ശബ്ദത്തോടെ ഇടിഞ്ഞു വീണത്. നിമിഷ നേരം കൊണ്ട് സർവ്വതും മണ്ണിനടിയിലായി. ആ സമയം വീട്ടിൽ ഉണ്ടായിരുന്നത് റജീന എന്ന അമ്മയും അവരുടെ മകൻ ജോസഫൈനും മാത്രമായിരുന്നു. കുന്നിടിഞ്ഞു വീണ് നേരെ ആ വീടിൻ്റെ മുകളിലേക്ക് പതിക്കുകയായിരുന്നു. വീടിൻ്റെ മേൽക്കൂര തകർന്നു, വാതിലുകളും ജനാലകളും തരിപ്പണമായി. വീടിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന വാഹനങ്ങൾ പോലും ആ വലിയ മണ്ണിടിച്ചിലിൽ അമർന്നുപോയി. ഒരു നിമിഷം കൊണ്ട് ആ പാപങ്ങളുടെ സർവസ്വവും ഇല്ലാതായി. അപകട വിവരമറിഞ്ഞ് ഓടിയെത്തിയ നാട്ടുകാർ കണ്ടത് നിസ്സഹായ അവസ്ഥയായിരുന്നു. തകർന്നു കിടക്കുന്ന മേൽക്കൂരയുടെ അടിയിൽ നിന്നാണ് റജീനയുടെ മൃതദേഹം കണ്ടെത്തുന്നത്. പൂർണ്ണമായും ചെളിയിൽ പുതഞ്ഞ നിലയിലായിരുന്നു ആ ശരീരം. തൊട്ടടുത്ത് തന്നെ മകൻ ജോസഫേനും. ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ഞാൻ എത്തിയ അതേ പൂഞ്ഞാറിൽ വെച്ച് വേദനാജനകമായ ആ സാഹചര്യത്തിൽ ഞാൻ അവരുടെ മൃതദേഹങ്ങൾ നേരിൽ കണ്ടു. സത്യമായും പറയുകയാണ്, ആ അപകടത്തിൻ്റെ തീവ്രത നേരിട്ട് കണ്ടപ്പോൾ എൻ്റെ വാക്കുകൾ അടഞ്ഞുപോയി. ആ ചെളി പുരണ്ട മുഖങ്ങൾ, അവസാന നിമിഷത്തിൽ അവർ അനുഭവിച്ച ഭയം ആ മുഖങ്ങളിൽ തെളിഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. ആ കാഴ്ച കണ്ടു നിൽക്കാൻ അവിടെയുണ്ടായിരുന്ന ഒരു മനുഷ്യനും കഴിഞ്ഞിരുന്നില്ല. വിധി എത്ര ക്രൂരമായാണ് ചില കുടുംബങ്ങളെ വേട്ടയാടുന്നത്. റജീനയുടെ മറ്റു 2 മക്കളായ ജോമിറ്റും സോമിറ്റും ജോലി ആവശ്യത്തിനായി എറണാകുളത്തായിരുന്നു. പക്ഷേ തിരികെ വീട്ടിലേക്ക് ഓടിയെത്തിയ ആ മക്കൾ കണ്ടത് തങ്ങളുടെ പ്രിയപ്പെട്ട അമ്മയുടെയും സഹോദരൻ്റെയും ജീവനറ്റ ശരീരങ്ങളാണ്. ആ മക്കളുടെ കരച്ചിൽ കണ്ടു നിന്നവരുടെ ഉള്ളുരുകിപ്പോയി. ആ അമ്മയുടെയും മകൻ്റെയും മൃതശരീരങ്ങൾ പയ്യനിത്തോട്ടം ഹോളി സ്പിരിറ്റ് പബ്ലിക് സ്കൂളിൽ പൊതുദർശനത്തിന് വെച്ചപ്പോൾ കണ്ണീരോടെയാണ് ആ നാടാകെ അവർക്ക് വിട നൽകിയത്. ഈ മഴ ഇനി തോരുമായിരിക്കും. പക്ഷേ ഈ ദുരന്തം ആ കുടുംബത്തിലും ആ നാട്ടിലും ഉണ്ടാക്കിയ മുറിവ് ഒരിക്കലും ഉണങ്ങില്ല. മണ്ണോട് മണ്ണായി മാറിയ ആ അമ്മയ്ക്കും മകനും മുന്നിൽ പ്രണാമം അർപ്പിക്കാൻ വാക്കുകളില്ല. പ്രകൃതിയുടെ ഈ ദാരുണമായ ചതിയിൽ പൊലിഞ്ഞുപോയ റജീനയുടെയും ജോസഫൈൻ്റെയും ആത്മാക്കൾക്ക് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. ഇവരുടെ മൃതദേഹം കാണാൻ പോയ വേളയിൽ ആ പള്ളിയിലെ അച്ഛൻ പറഞ്ഞ ചില വാക്കുകളുണ്ട്. ജോസഫൈൻ എന്ന ഈ 27 വയസ്സുകാരൻ തൊട്ടടുത്ത മരണത്തിൻ്റെ ആ ദിവസം തൻ്റെ കൂട്ടുകാർക്ക് വിളിച്ച് നാളെ കാണാമെന്ന് പറഞ്ഞത് അദ്ദേഹം വേദനയോടെ അവിടെ ഉണർത്തി. പക്ഷേ അവൻ്റെ അമ്മയുടെ കൈയും പിടിച്ച് ലോകനാഥൻ്റെ അടുത്തേക്ക് യാത്രയായി എന്ന് വേദനയോടെയാണ് ആ പള്ളിയിലെ അച്ഛൻ ആ കാര്യം പറഞ്ഞത്.